ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ചാനൽ. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ വീണ്ടും ഒരു ഹെയർ ആക്സസറീസിൻ്റെ കിറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും റേറ്റ് കുറവിൽ ഇൻക്ലൂഡിങ് ഷിപ്പിങ്ങിലാണ് നമ്മൾ ഈ ഒരു കിറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിനും ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഇനി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കിറ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതുവരെ തന്നിട്ടുള്ള സ്നേഹവും സപ്പോർട്ടും ഇനിയും തുടർന്നും എനിക്കുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ആണ് പുതിയ പുതിയ കിറ്റുകൾ ഇടാനും പുതിയ ഓഫേഴ്സ് കൊണ്ടുവരാനുള്ള എൻ്റെ പ്രചോദനം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് കിറ്റിലുള്ളതെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 6 വയർ ഹെയർ ബാൻഡ് കംപ്ലീറ്റ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ. അപ്പോൾ അത് ആദ്യം ഞാൻ അതിൻ്റെ മോഡൽസ് കാണിക്കാം. ഇതാണ് ആദ്യത്തേത്. സൈഡിൽ നമ്മുടെ എൻഡ് ബീഡ്സ് ഉണ്ടല്ലോ, എൻഡ് ബീഡ്സ് പോലെ ഡബിൾ ഷെയ്ഡിൽ വരുന്ന കളർ ബീഡ്സ് ആണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിന് എൻഡ് ബീഡിൻ്റെ ആവശ്യമില്ല. രണ്ട് സൈഡിലും നമ്മളതുപോലെ കളർ ബീഡ്സ് വെച്ചിട്ട് മേളിൽ ബട്ടർഫ്ലൈസും അതുപോലെ ഗോൾഡൻ ബീഡ്സും വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തെ മോഡൽ കാണിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു, ജീരക മിഠായിയുടെ പോലത്തുള്ള ബീഡ് സ്റ്റോക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ടൈപ്പ് ബീഡാണ് കേട്ടോ ഇത് പിങ്കും വൈറ്റും ഷെയ്ഡ് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ ഗ്ലൂ ഒന്നും ഇടയ്ക്കൊന്നും ഒട്ടിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ പിങ്കും വൈറ്റും മിക്സായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ കാണുന്ന ഭാഗത്ത്, അതായത് ഹെയർ ബാൻഡിൻ്റെ മുകളിലേക്ക് പിങ്ക് ആവുന്ന രീതിയിൽ അതിനെ ഒന്ന് ബീഡ്സ് ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് അങ്ങനെ ആക്കി എടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനി ഇതാണ് നമ്മുടെ മൂന്നാമത്തെ മോഡൽ. ഇതിൽ നമ്മൾ ടിക് ടാക്ക് പോലുള്ള ബീഡ്സ്, ഇന്നിപ്പോൾ നമ്മൾ ഷോർട്ട്സ് ഇട്ടിട്ടുള്ള അതേപോലത്തെ ബീഡ്സാണ് ആ ഗ്രീൻ കളർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെയും ഞാൻ പറഞ്ഞ പോലെ വൈറ്റും ആ ഒരു ഗ്രീൻ ഷെയ്ഡും മിക്സ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ അതിനിടയിൽ നമ്മൾ പിങ്ക് ബീഡ്സാണ് വെച്ചിരിക്കുന്നത്. അത് ക്രാക്ക് പോലെയുള്ള ഗ്ലാസ് ബീഡ്സാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ആ ഒരു ലാസ്റ്റ് പൊസിഷനിലായിട്ട് നമ്മൾ കൊടുക്കുന്നത് രണ്ട് സൈഡിലും ഗ്ലിറ്റർ ട്യൂബ്സ് ആണ്. അത് ആ നടുക്ക് വയ്ക്കുന്ന ബീഡിൻ്റെ അതേ കളറായിരിക്കും നമ്മൾ വയ്ക്കുന്ന ഗ്ലിറ്റർ ട്യൂബും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മോഡൽ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ ആ ബട്ടർഫ്ലൈയുടെ ഹെയർ ബാൻഡ് കാണിച്ച പോലെ തന്നെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന കളർ എൻഡ് ബീഡ് ഉണ്ടല്ലോ, അതുപോലത്തെ ബീഡ്സ് തന്നെയാണ് നമ്മൾ അടുത്തതും വെക്കുന്നത്. അത് ഇതുപോലെ ഫുള്ളായിട്ട്, അതായത് ഒരു ഹെയർ ബാൻഡ് കംപ്ലീറ്റ് കവർ ചെയ്യാൻ പാകത്തിനുള്ളത് ഉണ്ടാവും. ഞാനിപ്പോൾ 2 ടൈപ്പ് ഹെയർ ബാൻഡ് ഉണ്ടാക്കി കാണിക്കുകയാണ്. മോഡൽ അറിയാൻ വേണ്ടിയിട്ടാണ് കാണിച്ചു തരുന്നത്. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ ഷേപ്പ് മാറ്റിയിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു റെഡ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് വലിയ ഭാഗം മുകളിലും ചെറിയ ഭാഗം താഴെയും വരുന്ന രീതിയിൽ ജസ്റ്റ് കോർത്തെടുത്തേക്കുവാണ്. ഇതിൽ നമ്മൾ ക്രോസ് ചെയ്തിട്ടാണ് കോർത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് വയലറ്റ് വെക്കുന്നുള്ളൂ കേട്ടോ. അത് നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തത്. ഇനി അടുത്ത മോഡൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പിങ്ക് ജീരക മിഠായി കണ്ട പോലെയുള്ള ബ്ലൂ ജീരക മിഠായിയുടെ ബീഡ്സാണ്. അതിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് 4 mm ബ്ലൂ കളർ ബീഡ്സും കൂടെ കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൽ എൻഡ് ബീഡും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മോഡൽ. നമ്മുടെ ഗ്ലേസ് ബീഡ്സ് ഉണ്ടല്ലോ, നമ്മൾ ബ്രേസ്ലെറ്റിനും മാലയ്ക്കും ഹെയർ ബാൻഡിനും ഒക്കെ ചെയ്യുന്ന അതിൻ്റെ തന്നെ കുറച്ചും കൂടെ ചെറിയ ടൈപ്പാണ്. അതിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള 6 മോഡൽസ് ചെയ്യാനുള്ള മെറ്റീരിയൽസാണ് നമ്മൾ ഈ കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പേസ്റ്റൽ ബീഡ്സിൻ്റെയൊക്കെ ഒരുപാട് കണ്ട് മടുത്തില്ലേ, ഗ്ലിറ്റർ ട്യൂബും പേസ്റ്റൽ ബീഡ്സും വൈറ്റ് പേൾസൊക്കെ വെച്ചിട്ടുള്ളത് കണ്ട് മടുത്തില്ലേ മോഡൽസ്. ഇനി നമുക്ക് വെറൈറ്റി ആയിട്ട് പുതിയത് ട്രൈ ചെയ്യാം. അതുകൊണ്ടാണ് ഈ ഒരു കിറ്റ് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള മെറ്റീരിയൽസ് നോക്കാം. അതിൽ ആദ്യത്തേത് 6 വയർ ഹെയർ ബാൻഡാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഓരോ ഹെയർ ബാൻഡിൻ്റെയും എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളത് കാണിച്ചു തരാം. ഒരു പാക്കറ്റ് ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ടുണ്ട്, അത് ചെറിയ സൈസാണ് കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ആ ഗ്ലേസ് ബീഡ് ചെറിയ സൈസിലുള്ളതാണ്. ഒരു 5 mm ഒക്കെ സൈസ് വരുന്ന ഗ്ലേസ് ബീഡ്സ് ആണ് കേട്ടോ. അത് ആ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കത് രണ്ടുമാണ് ആവശ്യമുള്ളത്. ഈ ഒരു കളറാണ് ഇപ്പോൾ ഞാൻ കാണിച്ചില്ലേ, ഗ്രീൻ കളർ, അതാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതുപോലെ ഒരു പീച്ച് ഷെയ്ഡും കൂടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ സപ്പോസ് ഗ്രീൻ തീർന്നു പോയാലും നമ്മൾ ആ ഒരു പീച്ച് ഷെയ്ഡായിരിക്കും കേട്ടോ വയ്ക്കുക. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് പിങ്ക് ജീരക മിഠായി അല്ല, ജീരക മിഠായി പോലെയാണ് കേട്ടോ എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത്. അതിൽ നമ്മൾ ആ എൻഡ് പോർഷനിലുണ്ടല്ലോ സെയിം കളറ് എൻഡ് ബീഡ് വെച്ചിട്ടാണ് കേട്ടോ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, കളർ എൻഡ് ബീഡ് ഉണ്ടല്ലോ, ഞാനത് ഒട്ടിച്ചിട്ടുള്ളതുകൊണ്ട് അത് ടേൺ ആവുന്നില്ല. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാക്കറ്റിൽ നമ്മൾ വെക്കുമ്പോൾ 2 എൻഡ് ബീഡ് സെയിം കളർ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ബ്ലൂ കളർ ജീരക മിഠായി ആണ്. അപ്പോൾ അതും നമ്മളൊരു ഹെയർ ബാൻഡിനുള്ള അത്രയും ക്വാണ്ടിറ്റിയാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ വെച്ചിട്ടുള്ളത് അതിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെയിം കളർ 4 mm ബീഡാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ടുണ്ട് ഒരു പാക്കറ്റ്.
അതുപോലെ തന്നെ അടുത്ത ടൈപ്പ് ഹെയർ ബാൻഡിൽ നമുക്ക് വെക്കാനുള്ള കളർ എൻഡ് ബീഡാണ്. എൻഡ് ബീഡ് എന്ന് പറയാൻ പറ്റില്ല, എൻഡ് ബീഡിൻ്റെ ഷേപ്പിൽ ഡ്രോപ്പ് ഷേപ്പിലുള്ള കളർ ബീഡ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 12 ബട്ടർഫ്ലൈസ് ആണ് വെച്ചിരിക്കുന്നത്. ഓരോ കളറും 2 എണ്ണം വീതം ഉണ്ടാവും. അങ്ങനെ 6 പെയറായിട്ടാണ് ബട്ടർഫ്ലൈസ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ ഒരു വൈറ്റ് പേൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ആ മോഡൽ കണ്ടാൽ അറിയാം. അത് വേണമെന്ന് നിർബന്ധമില്ല, പക്ഷേ നമ്മൾ ആ ഒരു മോഡൽ കാണിച്ചപ്പോൾ അതിൽ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതിലും വെക്കുന്നു. പിന്നെ നമ്മൾ പേർപ്പിൾ കളറ് ആ ഒരു കളർ എൻഡ് ബീഡ് വെച്ചിട്ടുണ്ട്, ആ ഒരു ഹെയർ ബാൻഡിനുള്ളത്. പിന്നെ നമ്മൾ ലാസ്റ്റ് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രീൻ കളർ കണ്ടില്ലേ, ഈ ഒരു ഗ്രീൻ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടിക് ടാക്കിൻ്റെയൊക്കെ ഷേപ്പ്, ടിക് ടാക്ക് എന്ന് പറയുന്നൊരു മിഠായി ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ഷേപ്പാണ് കേട്ടോ. അത് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു മോഡലിനനുസരിച്ച് 12 എണ്ണം, പിന്നെ അതുപോലെ പിങ്കും വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു ഗ്ലിറ്റർ ട്യൂബ് പിങ്ക്, അതിനുള്ള ഒരു പീസ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എൻഡ് ബീഡ്സും വെച്ചിട്ടുണ്ട്. എൻഡ് ബീഡ്സ് നമ്മൾ ആകെ 6 എണ്ണമാണ് വെച്ചിരിക്കുന്നത്. അതിന് നമുക്ക് 3 ഹെയർ ബാൻഡ്സിന് മാത്രമേ എൻഡ് ബീഡ് ആവശ്യമുള്ളൂ, അതായത് ഗ്ലിറ്റർ ട്യൂബിൻ്റെയും പിന്നെ ആ ഗ്ലേസ് ബീഡ് വെച്ചിട്ടുള്ളതും പിന്നെ ആ ഒരു ജീരകമിഠായും നമ്മൾ 4mm ബീഡും വെച്ചില്ലേ, ആ 3 ടൈപ്പ് ഹെയർ ബാൻഡ്സിന് മാത്രമേ നമുക്ക് എൻഡ് ബീഡ് ആവശ്യമുള്ളൂ. അതുകൊണ്ട് 6 എൻഡ് ബീഡ് മാത്രമാണ് വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ആ കളർ എൻഡ് ബീഡ്സ് വെച്ചിട്ട് തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങിൽ അത് പെടുന്നുണ്ട്, അതുകൊണ്ടാണ് അത് വെക്കാത്തത് വേറെ കേട്ടോ. അതിൻ്റേതായിട്ട് അത് വെച്ച് തന്നെ ഫിനിഷ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ വൈറ്റ് വയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഐറ്റംസ്. ഇതാണ് നമ്മുടെ 6 ഹെയർ ബാൻഡ്സ്. അപ്പോൾ എങ്ങനെയുണ്ട്? ഈ കിറ്റിൻ്റെ റേറ്റ് പറഞ്ഞില്ല അല്ലേ? അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് 6 വയർ ഹെയർ ബാൻഡും അത് ചെയ്യാനുള്ള മെറ്റീരിയൽസും എല്ലാം കൂടി ഷിപ്പിങ്ങും ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന കിറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 145 രൂപയാണ് കേട്ടോ. ഈ ഒരു കിറ്റ് വേണമെന്ന് താല്പര്യമുള്ളവർ സ്ക്രീനിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.